ഇജ്ജ് എന്തിനാ ഓടിയേ? നിങ്ങൾ എന്തിനാ ഓടിയത്? ഞാനേ ഹെൽത്ത് പെർഫെക്റ്റ് ആണോ നോക്കാൻ വേണ്ടി ഓടിയതാ. കയറ്റം കയറി ഇറങ്ങിയാലേ കിതപ്പുണ്ടോ നോക്കാൻ വേണ്ടിട്ട്. ഒരു കുഴപ്പമില്ല. മനുഷ്യ ആകെ പേടിച്ചു. അല്ല കുറുക്കനെ പറ്റി ഓടിച്ചിട്ട് വരികയെന്നല്ലേ ഞാൻ വിചാരിച്ചത്. ഇവരുടെ ഒരു കാര്യം ഒരു വഴിക്ക് പോവാൻ നോക്കുന്നത്. വെള്ളത്തിന് ദാഹിച്ചിട്ട് വയ്യോ. ഇതെന്തത്? വെള്ളത്തിന് അജിലെടുത്തത് എന്ത് സാധനമാണ്? ഇയ്യിപ്പോ എങ്ങോട്ടാ ഈ പറമ്പ് കൂടെ? ഞാൻ ആ കോട്ടപ്പുറ ഹോസ്പിറ്റലിലേക്കാണ്. കൂടെ കയറി വേഗം റോട്ടിലെത്തില്ലേ. ആ എന്തിനാ ഹോസ്പിറ്റലിലേക്ക് പോണ്? ഇന്നല്ലേ അവന്റെ മൂത്രം ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ആ ഞാനത് മറന്നു കേട്ടോ. നിങ്ങൾക്കല്ലെങ്കിൽ എന്തോ ഓർമ്മ ഉണ്ടാവുക. ഞാൻ വരണോ? ഞാനിപ്പോ വരണെങ്കി വരണേ. ആ വേർത്ത് കുളിച്ചിപ്പോ കുളിച്ചിട്ടൊക്കെ വേണം. അതൊന്നും വേണ്ട, ഇവിടെ അടുത്തല്ലേ, ഞാൻ പോയിക്കോളാം. എന്നിട്ട് മൂത്രം എടുത്തില്ലേ? ആ അത് ബാഗിലേക്കുണ്ട്. ബാഗിലുണ്ട്. സ്വപ്നേ, ചെക്കൻ എന്തായാലും ഷുഗർ ഒന്നും ഇല്ലട്ടോ. മധുരം എന്ന് പറഞ്ഞ സാധനമില്ല, ഒരു ചെറിയൊരു പുളിപ്പ്. പിന്നെ മനുഷ്യൻ വെള്ളം ദാഹിച്ചിട്ട് ഇതിൽ നോക്കി കഴിഞ്ഞാല് ബോട്ടിൽ കണ്ട പിന്നെ എടുത്ത് കുടിക്കുന്നല്ലേ. എവിടെ നട്ടാ ഞാൻ വെള്ളം അരച്ചിട്ട് എടുത്ത് കുടിച്ചല്ലേ. ഭാഗ്യത്തിന് ഒരു തുള്ളി അയലാക്കി ചെയ്തോളൂ. അത് ആദ്യം അതിൽ ഉണ്ട് പറഞ്ഞാ പോരെ ബോട്ടില്. ഇപ്പൊ നിങ്ങളെടുത്ത് കുടിക്കുന്നു കണ്ട തിരിച്ചറിയില്ല. എന്ത് മൂത്രോ? മൂത്രം വെള്ളം കണ്ട തിരിച്ചറിയോ? ഒരാഴ്ച ബോട്ടിലെടുത്ത് കുടിക്കാനല്ലാണ്ട് വെള്ളം മൂത്രം ആർക്കാ തിരിച്ചറിയാൻ പറ്റിയ? എന്തെങ്കിലും കാണുമ്പോഴെടുത്ത് കുടിക്കരുതേ. എന്തായാലും ടെസ്റ്റ് ചെയ്യാനുള്ള അതിലുണ്ട്, കുറച്ചെടുത്തിട്ടുള്ളൂ. ഏതായാലും ഇപ്പൊ നമ്മളിവിടെ വേറെ ആരുമില്ല, ഒറ്റക്കല്ലേ ഉള്ളൂ. കുറച്ചു നേരം നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാം. വീട്ടിലാകുമ്പോ എല്ലാവരും ഉണ്ടാവും സംസാരിക്കാനത്. ഡോക്ടർ പോകുന്നില്ല, അതിനൊക്കെ ഇനി സമയമുണ്ട്. കുറച്ചു നേരം അവിടെ നിന്ന് സംസാരിച്ചിട്ട് അവിടെ നല്ലൊരു അടിപൊളി സ്ഥലമുണ്ട്. അവിടെ നിന്ന് കുറച്ചു നേരം നല്ല സുഖം. അവിടെ ഒരു നല്ല സ്ഥലമുണ്ട്. അത് ഞാൻ പോയി വന്നിട്ട് വരാം. ഇജ്ജ് വന്നാ കുറച്ചു നേരം അവിടെ ഇരുന്ന് സംസാരിക്കാം. പിന്നെ അല്ലാതെ എന്റെ ഭാര്യയോട് അല്ലാണ്ട് നാട്ടുകാരുടെ ഭാര്യമാരോട് എനിക്ക് കൊഞ്ചു കഴിയാൻ പറ്റുമോ? അതെ സുനേട്ടാ, എനിക്കൊരു സാരി എടുക്കണം. സാരി എടുത്തോ, എത്ര വേണമെങ്കിൽ എടുത്തോ. എത്ര കനുള്ള സാധനമൊന്നുമല്ലല്ലോ. തമാശക്കല്ലേ? എനിക്കൊരു പുതിയ സാരി വേണമെന്നാ ഞാൻ പറഞ്ഞത്. എന്തിനാ പുതിയ സാരി? അതെ, അടുത്ത ആഴ്ച ശിവേട്ടനമ്മളുടെ കല്യാണല്ലേ, അതിനെടുക്കാനാ. അതിനിപ്പോ എനിക്ക് വീട്ടിൽ എത്ര സാരി ഉണ്ട്. ഞാൻ നാളെ അലമാരി പോയിട്ടാണ് തുറന്നപ്പോ ഒരു കെട്ട് സാരി ഇങ്ങോട്ട് എന്റെ മേലൊക്കെ കൂടിയിട്ടാ വീട്. അതിനിടപെട്ട് ചാവാതെ രക്ഷപ്പെട്ട എന്റെ ഭാഗ്യം. ഓ പിന്നെ അതൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം കൊടുത്തതാ. അതിനിപ്പോ എന്താ, ഒരു പ്രാവശ്യം എടുത്തോ പിന്നെ എടുക്കാൻ പാടില്ല? അപ്പൊ ഞാൻ തന്നെ ഇപ്പൊ ഈ ഷർട്ട് ഇതാ ഒരു 25 കല്യാണത്തിന് ഞാൻ ഇട്ടിട്ടുണ്ടാവും. ആണുങ്ങൾക്ക് അങ്ങനെയൊക്കെ ഇടാ.
അതുപോലെ പെണ്ണുങ്ങൾ ഒരു പ്രാവശ്യം ഇട്ട പിന്നെ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ പെണ്ണുങ്ങൾ നന്നായി ശ്രദ്ധിക്കും. അന്ന് എടുത്ത സാരി ഈ എടുത്ത് ചോദിക്കും. അത് ഓരോരോ ടൈപ്പിനനുസരിച്ച് സാരിയൊക്കെ ഇങ്ങനെ മോഡൽ മാറിക്കൊണ്ടിരിക്കല്ലേ. പിന്നെ അപ്പൊ ഞങ്ങളോട് ആരും ചോദിക്കില്ല. നിങ്ങൾക്ക് എന്നും ഒരേപോലത്തെ ഷർട്ടിന് ഇപ്പൊ എന്താ മാറ്റം വരാള്? അതുപോലെയല്ല, സാരിക്ക് കണ്ടിട്ടില്ലേ പഴയ മാറിയിട്ട് പുതിയ പുതിയ മോഡലും പുതിയ പുതിയ ഇതിലൊക്കെ വരുന്ന കണ്ടിട്ടില്ലേ? അതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് പുതിയ പുതിയ സാരികൾ കല്യാണത്തിന് പോകുമ്പോ അതേ ആൾക്കാരെല്ലാം അവിടെ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ടല്ലേ പ്രശ്നം. ആൾക്കാർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. കല്യാണ വീട്ടിലെ പുതിയ സാരി ഒക്കെ എടുത്ത് ഇങ്ങനെ തിളങ്ങി നടക്കുന്നത് കാണുമ്പോഴേ നിങ്ങൾക്കൊരു അന്തസ്സല്ലേ? അത്ര വലിയ തിളക്കൊന്നും വേണ്ട, ഉള്ള തിളക്കൊക്കെ മതി. അതിന് ഈ പിണങ്ങിയിരിക്കൊന്നും വേണ്ട, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഒരു സാരിയുടെ വിഷയമല്ലേ അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാ. അതിനിങ്ങനെ പിണങ്ങിയിരിക്കണ എന്തിനാ? എന്നുവെച്ചവിടെ ഉണ്ടായിരുന്നു. ഇതാണ് എന്തെങ്കിലും കുറച്ചു നേരം നല്ലപോലെ സംസാരിക്കാച്ചിട്ടാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊടുന്നത്. അപ്പൊ നോക്കുമ്പോ ഓളിതാ ആ പേരും പറഞ്ഞിട്ട് എത്തിയിരിക്കും. അതിന് പണിയുണ്ട്, കാണിച്ചു തരാം. സുനേട്ടാ പോയി ഇവിടെ ആരും കാണാനല്ലോ. നിങ്ങൾക്ക് പേടിയാണോ? വെള്ളത്തിൽ വീണോ? കാണാനല്ലോ. ആരെങ്കിലും ഉണ്ടോ അവിടെ? അയ്യോ പേടിയാണോ? ഞാൻ എന്താ ചെയ്യാ? സുനേട്ടാ 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 അയ്യോ ഇനിയിപ്പോ എന്താ ചെയ്യാ? ആരെങ്കിലും ഉണ്ടോ അവിടെ? ശരി, നിങ്ങൾ പറ്റിക്കാൻ നടക്കുമല്ലേ? അപ്പൊ എനിക്ക് സ്നേഹമൊക്കെ ഉണ്ട്. ഞാൻ കളിക്കാൻ ഹോസ്പിറ്റലിൽ പോവല്ലേ, നിക്ക്, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പോവല്ലേ, നിക്ക്, നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്നേ. ഒരു സാരിയല്ലേ? എന്തൊരു കഷ്ടാണ്. ഇതാണ് ഈ പെണ്ണുങ്ങളുടെ പ്രശ്നം. ഒരു കുറച്ചു നേരം ഒന്ന് സ്നേഹത്തോടെ ഇന്ന് സംസാരിച്ചിരിക്കാന്ന് കണ്ടാ അപ്പൊ അവരിങ്ങനെ ഓരോ ആവശ്യങ്ങളെ കെട്ടിങ്ങോട്ട് അയച്ചു വിടും. എന്താ ചെയ്യാ? ഏതായാലും സാരി വാങ്ങി കൊടുക്കണം. ഇതിപ്പോ ഉള്ള മൂടും പോയി. അതുണ്ടായത് വേണ്ടായിരുന്നില്ല. നിക്ക്, നിക്ക്, പരിഹാരം ഉണ്ടാക്കാം. ആ വരുന്നായ